ദുരന്തബാധിതർക്കായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം അവസാനം. തറക്കല്ലിടൽ അടുത്ത മാസമായ കുഴപ്പമുണ്ടോ? എല്ലാ മാസവും അവസാനം ഉണ്ടല്ലോ. ജൂലൈ കഴിഞ്ഞായിരുന്നു. കോൺഗ്രസുകാർ അറിഞ്ഞാർന്നോ എന്തോ? അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. രാഹുൽ ഗാന്ധിയുടെ വക 100 വീട് പ്ലസ് സോണിയാഗാന്ധിയുടെ 100 വീട്, KPCCയുടെ 100 വീട്, യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്, ഈ സീക്വൽ ടു ആകെ വീടുകളുടെ എണ്ണം 100. എന്താ കണക്ക് കറക്റ്റ് അല്ലേ? കണക്കൊക്കെ പെർഫെക്റ്റ് ആണ്. മൊത്തത്തിൽ KPCC വെച്ച് കൊടുക്കുന്ന വീട് അത് 100. അപ്പോ സിദ്ധരാമയ്യയുടെ വകയുള്ളത് ആ 100 ഇതിലുണ്ട്. വയനാട് MP-യുടേത് അതും ഇതിലുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ 30 അതും ഇതിലുണ്ട്. മൊത്തത്തിൽ അപ്പൊ എത്രയായി? അത് 100 ഉള്ളൂ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. ചാക്കോമാഷാണേ കണക്ക് പഠിപ്പിച്ചത്. അപ്പൊ എന്തായാലും തെറ്റാൻ വഴിയില്ല. അതിനിപ്പോ എന്തേലും ആവട്ടെ. ആദ്യം ഒരു പിരിവ് നടന്ന്, വെറും പിരിവല്ല, കേരളം ഒട്ടൊക്കെ ഓടി നടന്ന് പിരിച്ചു. ബിരിയാണി വിറ്റ് പിരിച്ച് കാശെല്ലാം നീലപ്പെട്ടിയിലുമാക്കി. എന്നിട്ട് കിട്ടിയെന്ന് പറയുന്ന തുക എത്രയാണെന്ന് രാഹുൽ അണ്ണൻ പറഞ്ഞറിയാലോ? 88 ലക്ഷം. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഇക്കൂടെ വേറൊരു കണക്കൂടെ പറയട്ടെ അണ്ണാ. ഈ ദുരന്തം നടന്ന വയനാട് നിന്നും DYFI സമാഹരിച്ചത് എത്രയാണെന്നറിയാവോ? 61,66,192 രൂപ. ഇനി നിങ്ങള് യൂത്ത് കോൺഗ്രസുകാർക്ക് ജനങ്ങൾ മനഃപൂർവ്വം കാശ് തരാണ്ടിരുന്ന വല്ലതും ആയിരിക്കോ? വീതം വെപ്പും പുട്ടടിയും ഒക്കെ ബേഷ തന്നെ നടന്നിട്ടുണ്ട്. എത്ര നോക്കിയിട്ടും എന്തൊക്കെ കാണിച്ചാലും ഈ 88 ആ കണക്ക് മാത്രം അങ്ങോട്ട് ശരിയാവണില്ല. ഈ കണക്കിന്റെ മാത്തമാറ്റിക്സ് ക്ലിയർ ആക്കാൻ പറഞ്ഞാ പറയുന്നത് എന്താ? ഞങ്ങൾ മറ്റേ വായുവിൽ എഴുതി കൂട്ടുന്ന ടീംസാ, ഞങ്ങൾക്ക് തെളിവിന്റെ ആവശ്യമില്ലാന്നേ. പിന്നെയാണ് അവർക്ക് പരസ്പരം ഭയങ്കര വിശ്വാസമാണ്. തെളിവൊക്കെ ചോദിച്ചാ ആ വിശ്വാസം പരസ്പരം ചോദ്യം ചെയ്യണ പോലെ ആവില്ലേ? അതുകൊണ്ട് ആരും തെളിവ് ആസ്കാറില്ല. എല്ലാം അണ്ണൻ ഡീലാക്കാരാ പതിവ്. അഥവാ ആരെങ്കിലും തെളിവ് ആസ്കി പോയാ അവര് കളത്തിന് പുറത്താ. എന്തെല്ലാം മറിമായങ്ങളാ നോക്കണേ. കറങ്ങലും റീലെടുപ്പൊക്കെ കഴിഞ്ഞ് അണ്ണൻ എത്തി കിട്ടിയതൊന്നും പോരാന്ന് പറഞ്ഞപ്പോ പ്രവർത്തകര് കസേര എടുത്തൂന്നോ എന്തോ കൊടുത്തൂന്നോ ഒക്കെയാണ് ഒരു കരക്കമ്പി. എന്നിട്ടും അണ്ണൻ തളർന്നില്ല. ജേർണലിസ്റ്റ് റോളിലും എഞ്ചിനീയർ റോളിലും ഒക്കെ ഇറങ്ങി 8 ലക്ഷത്തിന് വീട് പണിയുമെന്ന ഘോര പ്രസംഗത്തിലാണുള്ളത്. ഇതെന്ന് തീർക്കൂന്ന് വല്ല നിശ്ചയമുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾ. അതെ, 6 മാസം. 6 മാസം 6 വർഷം കൊണ്ട് പറഞ്ഞാലും ഇത് വല്ലതും നടക്കുവോടേ? പിന്നെ ഈ 6-ല് മാസവും തീയതിയൊന്നും കൃത്യമായിട്ട് പറയാത്തതുകൊണ്ട് അണ്ണനും കൂട്ടരും സേഫാ. കുറച്ചു കാലം കൂടെ നമ്മൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും.